ഇന്ന് ഹോസ്പിറ്റലിൽ യാദൃശ്ചിക പരിചയത്തിലൊരു അദ്ദേഹത്തിനെ കാണാനിടയായി. അപ്പോൾ എന്താണ് ആശുപത്രിയിൽ എന്ന എൻ്റെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം രാവിലെ കത്രിക ഉപയോഗിച്ചുകൊണ്ട് മൂക്കിൻ്റെ അകത്ത് മുടിയൊക്കെ ക്ലീൻ ചെയ്യുന്ന പരിപാടി ചെയ്തതാണ്. അന്നേരമാണ് അടുക്കളയിൽ നിന്ന് ഭാര്യ വിളിക്കുകയും പെട്ടെന്ന് വരാടി എന്നും പറഞ്ഞ് തിരിഞ്ഞപ്പോൾ കത്രിക മൂക്കയിൽ കൊണ്ട് മുറിവുണ്ടായി. അങ്ങനെ ഗൗരവമുള്ളൊരു വിഷയമാണ്. എന്നാലും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ വരികയും ട്രീറ്റ്മെൻറ്റ് വിധേയമാവുകയും സ്റ്റിച്ചൊക്കെ ഉണ്ട് മൂക്കിൽ. അതായിരുന്നു പുള്ളിക്കുണ്ടായ അനുഭവം. കുഞ്ഞു പ്രായം മുതൽ തന്നെ ഈ വിരൽ നമ്മുടെ മൂക്കിലിടുന്ന ശീലം ഉണ്ട്. അത് വളരെ തെറ്റായ ദുശീലം തന്നെയാണ്. ശീലമായിട്ട് ഏത് പ്രായത്തിലുള്ളവരും മൂക്കയിൽ വിരലിടുന്ന സ്വഭാവം വളരെ ദോഷം ചെയ്യുന്നതാണ്. ഒന്നാമത്തെ കാര്യം, സൈക്കോളജിക്കലായിട്ട് പറയുമ്പോൾ ശീലം പിന്നെ ദുശീലമാവുന്നു. ചിലർക്കത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ കൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. ചിലർ അതിലൂടെ ഇപ്പം ആങ്സൈറ്റി ഉണ്ട്, ഉത്കണ്ഠയുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കരമായ നിരാശയുണ്ട്. നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് കൂടുതലും ഈ മൂക്കയിൽ വിരലിടുക എന്നൊരു പഠനം പറയുന്നുണ്ട്. മാത്രവുമല്ല, നമ്മുടെ ഓൾഫാക്ടറി നെർവ്സ് നമ്മുടെ നെയ്സൽ ക്യാവിറ്റിയായിട്ട് കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇത് ബ്രെയിനിലേക്കാണ് നമ്മൾ ഈ ബാക്ടീരിയാസ്, ഈ അണുക്കൾ കടന്നു ചെല്ലുന്നത്. വളരെ അപകടമാണത്. മാത്രവുമല്ല, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഈ അൽഷമേഴ്സ് ഉണ്ടാക്കുന്നതിനുള്ള, ഡിമെൻഷ്യയിൽ വരെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ള ഒത്തിരി ഇത്തരം പ്ലാക്സുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് കടന്നു ചെന്ന് ഇത് വളരെ ദോഷം ചെയ്യുന്നൊരവസ്ഥയിലേക്ക്, അപ്പോൾ ബെറ്റാ പ്ലാക്സ് എന്ന് പറയുന്ന ഒരു തരം ബാക്ടീരിയാസ്, വൈറസസ് പോലെ ആയിട്ട് ഇത് മറവി രോഗത്തിലേക്ക് എത്തിക്കും എന്ന് വരെ ഒരു പഠനം ഉണ്ട്. സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ധാരാളം പേരിൽ ഈ ശീലമായി ദുശീലമായി, ഇപ്പം നമുക്ക് ജലദോഷമോ മറ്റോ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മൂക്കൊലിപ്പ് തടയാൽ മൂക്കള പിഴിഞ്ഞ് കളയുക, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ എരിവുള്ള ഭക്ഷണം കഴിക്കുന്നു, അന്നേരം റണ്ണിങ് നോസ് വരുന്നു. അങ്ങനെ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം ഒക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണെങ്കിലും എപ്പോഴും ഈ വിരൽ കൊണ്ട് മൂക്കയിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവം നല്ലതല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്, ദുശീലം കൊണ്ട്, കൊച്ചുങ്ങൾക്കുണ്ട്, മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ചിലത് ഞാൻ പറഞ്ഞല്ലോ, അത് OCD ആയിരിക്കാം, ഗൗരവമുള്ള വിഷയമാണ്. എന്തായാലും മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഉത്കണ്ഠ കൊണ്ട്, നിരാശ കൊണ്ടും ഇങ്ങനൊരു ശീലമാക്കി മാറ്റാം. അപ്പോൾ നെഗറ്റീവ് സൈഡും ഉണ്ട് സൈക്കോളജിക്കലായിട്ട്. എന്തായാലും ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. എപ്പോഴും മൂക്കയിൽ വിരലിട്ടുകൊണ്ടിരിക്കുക, അത് തെറ്റായ സ്വഭാവം തന്നെയാണ്. നിങ്ങൾക്ക് സ്വയം മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വരാം. ഞാൻ കൊല്ലം അയത്തിൽ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ്. മരുന്ന് ഔഷധം ഒന്നുമില്ലാതെ നമുക്കിത് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാം. കൊച്ചുങ്ങൾക്കാണ് ഈ ശീലം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 5 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് ഇവിടെ വരാം. ഞാൻ വേണ്ടുന്ന സഹായം ചെയ്ത് തരാം. ഇത് സീരിയസ് ആയിട്ട് എടുക്കൂ, നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്, എല്ലാവരും വിരൽ കൊണ്ട് മൂക്കയിൽ തുളച്ച് ഇട്ടുകൊണ്ടിരിക്കുക എന്നത് ബാഡ് ഹാബിറ്റ് തന്നെയാണ്, ബാക്ടീരിയയാണ്, മോശം തന്നെയാണ്. എല്ലാ നിലയിലും ക്ലീൻ ചെയ്യണം, അത് പാടില്ല. വരിക, വെൽക്കം.